എന്താ? എന്നെ രക്ഷിക്കണം വലിയ മുതലാളി. എന്താ സേവ് നിന്നെ പിരിച്ചു വിട്ടോ? എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചു വിട്ടു. ഓ, നീ അവരെ ധിക്കരിച്ചു വല്ലതും ചെയ്തു കാണും. എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല വലിയ മുതലാളി. ആട്ടെ, താൻ എന്ത് കുറ്റമാ ചെയ്തത്? സ്നേഹിക്കുന്നത് കുറ്റമാണോ? നോക്കിയും കണ്ടും സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായെന്ന് വരും. ഇതങ്ങനെയല്ല വലിയ മുതലാളി. നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ? എന്നല്ല. ശരി മുതലാളി, ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ? ഞാനാണെങ്കിൽ ക്ഷമിക്കും. എന്റെ അത്ര വിവരം നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടെങ്കിൽ അവരും ക്ഷമിക്കും. കറക്റ്റ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചേനല്ലേ? അതെ. എനിക്കത് കേട്ടാ മതി. മുതലാളി ഇങ്ങ് കേറിപ്പോര്. അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു. മറ്റൊരു മാർഗവും ഇല്ലാതായി പോയി അച്ഛ. ഓർക്കണം. നിക്കണവിടെ. എന്തായാലും 1500 കൂടുതലാ സാറേ. സത്യത്തിൽ ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു? ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് എന്റെ വിചാരം. എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റ് സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. ഏതോ അത് സർക്കാർ മുതല, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ, എനിക്ക് ഇത്തിരി എണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. താൻ സ്ഥലം വിട്ടേ. നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശെടുത്ത് വെച്ചേക്കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കിൽ കുത്തിരാ. ഒന്ന് പോടോ കൊടുത്ത്. വണ്ടി എടുക്ക്. ആരെങ്കിലും ഒന്ന് കണ്ടാണ്ടല്ലോ എന്റെ ജീവിതം പോയി. കള്ളം എന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുട്ടിയുടെ ചേട്ടൻ, അതായത് എന്റെ മുതലാളി, അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ. ഞാൻ അന്യനാണ്, പക്ഷെ ഈ വാൻ അന്യമല്ല. ഞാനിത് 4ാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് തരട്ടെ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ. താല്പര്യമില്ല. ഓക്കെ, ഒരു നിമിഷം. ഞാനും സേതു മുതലാളി ഇപ്പൊ വളരെ ക്ലോസ് ആണ്. കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇന്നലെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നേരം വൈകി. എന്താ നിന്റെ പേര്? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവ് വേടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളൂ വഴി. സർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും.
ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്നും കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ? സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാം സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്തു വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ. ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു കള്ളനെ പിടിച്ചു തരാം. പിടിക്കട്ടെ. അളിയ ചെല്ലളിയ. വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ. എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാൽ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് KFC ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഡോ, ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം ഒരാഴ്ച പിടിക്കും സാർ. ഒരാഴ്ച? ആ. എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനകം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21-ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ. ഡോ, ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1ഉം 2ഉം അല്ല, 8000 അല്ലയോ? അല്ല മുതലാളി, നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ. അല്ല ചുമ്മാ വാ പോന്ന് പറഞ്ഞാൽ വേന വരൂല. അതിനകത്ത് ഡീസൽ എന്ന് പറയുന്ന ഒരു സാധനം ഒഴിക്കണേ. അതിലിപ്പോ എന്താ കാണും? കഷ്ടിച്ച് ഷെഡിൽ കൊണ്ട് കയറ്റാം. പോവാ? ഓ. ഷെഡ് വരെ പോവോ? ഓ. എങ്കിൽ നീ ഇതുകൊണ്ട് ഷെഡിലിട. ആ. നമുക്കൊരു നല്ല കാലം വരുമ്പോ ഇതെടുത്ത് ഓടിക്കാം. ആ. നീ രാവിലെ ജംഗ്ഷനിൽ നിന്നാ മതി, ഞാനങ്ങ് വരാം. അല്ല വയറിംഗ് മെറ്റീരിയൽസ്? എടോ അതാടോ പറഞ്ഞ്, വാനിന്റെ RC ബുക്ക് പണയം വെച്ച് ബേബി ചായനോട് ഇത്തിരി കാശ് ചോദിക്കാം. ഓഹോ, അപ്പൊ വേനും പണയത്തിൽ. എന്നാ നീ രാവിലെ വരുമ്പോ ഒരു 5 ലക്ഷം രൂപയും കൊണ്ടുവാ. മുതലാളി, വല്ലാതെ ദാഹം, കുടിക്കാൻ എന്തെങ്കിലും? ആശേ, ഏ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക. ആ. ചേച്ചി ഞാൻ അത് ഇത് എന്തോന്ന് നിന്നെ ഞാൻ സേതുക്കുഞ്ഞോട് പറഞ്ഞു നിന്റെ ജോലി ഞാൻ കളിപ്പിക്കും. ചേച്ചി എന്നോട് ക്ഷമിക്ക്. സേതു